ഇന്ത്യയുടെ മതേതര ഗാത്രത്തിൽ ഉണങ്ങാത്ത മുറിവും രാഷ്ട്രീയ ചരിത്രത്തിൽ വഴിത്തിരിവും സൃഷ്ടിച്ച സംഭവങ്ങളിലൊന്നാണ് ഗോദ്ര ട്രെയിൻ ദുരന്തം. അയോധ്യ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഹിന്ദു തീർത്ഥാടകർ ഉൾപ്പെടെ 59 പേർ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചു. 2002 ഫെബ്രുവരി 27 നടന്ന ഈ തീപിടുത്തം യാദൃച്ഛികമായി ഉണ്ടായ അപകടമാണെന്നും അതല്ല ട്രെയിനിന് മനഃപൂർവ്വം തീവയ്ക്കുകയായിരുന്നു എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. റെയിൽവേ മന്ത്രാലയം നിയോഗിച്ച ബാനർജി കമ്മീഷൻ തീപിടുത്തം ഒരു അപകടമാണെന്ന റിപ്പോർട്ടാണ് നൽകിയത്. അതേസമയം ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവതി മേത്ത കമ്മീഷൻ ഗോദ്ര സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് റിപ്പോർട്ട് നൽകി. ഗോദ്ര ദുരന്തത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ഗുജറാത്ത് കലാപം രാജ്യത്ത് വർഗീയ വേലിയേറ്റമുണ്ടാക്കി. ഔദ്യോഗിക കണക്കനുസരിച്ച് 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും ഉൾപ്പെടെ 1044 പേരാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ അനൌദ്യോഗിക വിവരങ്ങൾ പ്രകാരം മരണസംഖ്യ 2000-ലധികമാണ്. ഗോദ്ര കേസിൽ സ്പെഷ്യൽ കോടതി 11 പ്രതികൾക്ക് നൽകിയ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 2002 ഫെബ്രുവരിയിൽ നടന്ന പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരും കർസേവകരും അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ കയറി. ഫെബ്രുവരി 27 രാവിലെ 7:45 ട്രെയിൻ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. സബർമതി എക്സ്പ്രസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 1100 ആണെങ്കിലും 2000-ഓളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു. നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞിരുന്നു പല കോച്ചുകളും. ട്രെയിനിലെ യാത്രക്കാരും ഗോദ്ര റെയിൽവേ പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അത് കയ്യേറ്റത്തിലെത്തി. യാത്രക്കാർ ഭൂരിപക്ഷം ഹിന്ദുക്കളും കച്ചവടക്കാർ മിക്കവരും മുസ്ലിങ്ങളുമായിരുന്നു. ഇതിനിടെ നീങ്ങിത്തുടങ്ങിയ ട്രെയിനിന്റെ ചങ്ങല ആരോ വലിച്ചു. സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ ട്രെയിൻ നിന്നു. സമീപത്തെ കോളനിയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ ട്രെയിനിനടുത്തേക്ക് ഓടിവന്നു. ട്രെയിൻ കത്തുന്നതാണ് പിന്നീട് കണ്ടത്. 2 കോച്ചുകൾക്ക് തീപിടിച്ചു. S6 കോച്ചിലെ യാത്രക്കാരായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 59 പേർ മരിച്ചു. സമാനതകളില്ലാത്ത ദുരന്തം. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി പല കഥകളും പ്രചരിച്ചു. ഒരു വിഭാഗം തീർത്ഥാടകർ അയോധ്യയിലേക്ക് പോകുമ്പോൾ തന്നെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി തർക്കങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു. ഈ തീർത്ഥാടകർ തിരിച്ചു വരാനായി കച്ചവടക്കാർ കാത്തിരിക്കുകയായിരുന്നത്രേ. അതെന്തായാലും ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ തീർത്ഥാടകരും കച്ചവടക്കാരും തമ്മിൽ തർക്കമുണ്ടായതിനു ശേഷമാണ് ട്രെയിനിന് തീപിടിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. തീർത്ഥാടകരെ ആക്രമിക്കാനെത്തിയവരാണ് നീങ്ങിത്തുടങ്ങിയ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന സമീപത്തെ കോളനിയിൽ നിന്ന് 100 കണക്കിന് പേർ ട്രെയിനിനടുത്തേക്ക് ഓടിയെത്തി. അക്രമികൾ
ട്രെയിനിനു നേരെ കല്ലേറ് നടത്തുകയും മണ്ണെണ്ണയിൽ കുതിർത്ത ശേഷം തീ കൊളുത്തിയ തുണിക്കഷണങ്ങൾ കോച്ചുകൾക്കകത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. ചിലർ ട്രെയിനിൽ അതിക്രമിച്ചു കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നും പറയുന്നു. ട്രെയിൻ യാത്രക്കാരായ സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ കുറ്റപത്രം. എന്നാൽ ഈ സാക്ഷികൾ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആയിരുന്നെന്ന് എതിർപക്ഷം കുറ്റപ്പെടുത്തുന്നു. റെയിൽവേ നിയമിച്ച ബാനർജി കമ്മീഷൻ ഈ നിഗമനങ്ങളോട് യോജിച്ചില്ല. 2005 കേന്ദ്രം ഭരിച്ച UPA സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവാണ് കൽക്കട്ട ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി UC ബാനർജിയെ ഗോദ്ര ട്രെയിൻ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിച്ചത്. ട്രെയിനിന് എങ്ങനെയാണ് തീപിടിച്ചതെന്ന് കണ്ടെത്താൻ ഒരു 5 അംഗ വിദഗ്ധ സമിതിയെ ബാനർജി കമ്മീഷൻ നിയമിച്ചു. S6 കോച്ച് ഉൾപ്പെടെ തീപിടിച്ച 5 കോച്ചുകളും ഈ വിദഗ്ധ സമിതി പരിശോധിച്ചു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ 5 ബോഗികളും റെയിൽവേ യാർഡിൽ സൂക്ഷിച്ചു വരികയായിരുന്നു. S6 കോച്ചിന്റെ ഉള്ളിൽ നടുഭാഗത്ത് നിന്നാണ് തീ പടർന്നിരിക്കുന്നത്. ട്രെയിനിനുള്ളിൽ സ്റ്റൌ ഉപയോഗിച്ച് ആരോ ഭക്ഷണം പാകം ചെയ്തപ്പോഴോ ചായ തിളപ്പിച്ചപ്പോഴോ ആകാം തീപിടുത്തം ഉണ്ടായതെന്ന നിഗമനത്തിൽ ബാനർജി കമ്മീഷൻ എത്തി. ദീർഘദൂര യാത്രക്കിടയിൽ ട്രെയിനിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ സാധാരണമായിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് കോച്ചിൽ പുക പടർന്ന് ശ്വാസം മുട്ടിയാണ് കൂടുതൽ പേരും മരിച്ചത് എന്നും കമ്മീഷൻ കണ്ടെത്തി. തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും അക്കാലത്തെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലില്ല. എന്നാൽ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലെ നിഗമനങ്ങളെ BJP എതിർത്തു. തീപിടുത്തം ഒരു അപകടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് യാത്രക്കാർ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടില്ല എന്ന് അവർ ചോദിച്ചു. സംഭവ ദിവസം ഗോദ്ര റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ നീലകണ്ഠ തുളസിദാസ് ഭാട്ടിയ എന്ന യാത്രക്കാരൻ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ബാനർജി കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കമ്മീഷന്റെ റിപ്പോർട്ട് റദ്ദാക്കി. ഗോദ്ര സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ നേരത്തെ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്ന സാഹചര്യത്തിൽ പുതിയൊരു കമ്മീഷനെ നിയമിച്ച റെയിൽവേയുടെ നടപടി ഉചിതമായില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഗോദ്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗുജറാത്ത് സർക്കാർ 2002 മാർച്ച് 6 കമ്മീഷനെ നിയമിച്ചത്. ഗുജറാത്ത് ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി KG ഷാ ആയിരുന്നു ഏകാംഗ കമ്മീഷൻ. എന്നാൽ ഇദ്ദേഹം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനാണെന്നും അതിനാൽ അന്വേഷണം നിഷ്പക്ഷമാകില്ലെന്നും വിമർശനം ഉയർന്നു. ഇതേ തുടർന്ന് സുപ്രീംകോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് GT നാനാവതിയെ അധ്യക്ഷനാക്കി കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. ജസ്റ്റിസ് KG ഷാ 2008 മാർച്ചിൽ മരണമടഞ്ഞതിനെ തുടർന്ന് റിട്ടയേർഡ് ജഡ്ജി അക്ഷയ് കുമാർ മേത്തയെ കമ്മീഷൻ അംഗമാക്കി. കമ്മീഷൻ 1000-ലധികം സാക്ഷികളെ വിസ്തരിക്കുകയും ഏകദേശം 40,000 രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. 2014 അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്ന നിഗമനങ്ങളാണ് നാനാവതി കമ്മീഷന്റെ 2008 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ആദ്യ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഗോദ്രയിലെ ഒരു മതപുരോഹിതനായിരുന്ന മൗലവി ഹുസൈൻ ഹാജി, ഇബ്രാഹിം ഉമർജി, CRPF-ൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഓഫീസറായ നാനു മിയാൻ എന്നിവരാണ് ഗോദ്ര സംഭവത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകരെന്ന് കമ്മീഷൻ കണ്ടെത്തി. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ജാബീർ ബെഹ്റ എന്ന ഒരു ക്രിമിനലിന്റെ മൊഴിയെ ആധാരമാക്കിയാണ് കമ്മീഷൻ ഈ നിഗമനത്തിലെത്തിയത്. ജബീർ പിന്നീട് ഈ മൊഴി നിഷേധിച്ചു. സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗോദ്രയിൽ വരുന്നതിന് മുമ്പ് തന്നെ 140 ലിറ്റർ പെട്രോൾ വാങ്ങി റസാഖ് കൂർക്കൂർ എന്നയാളുടെ ഗസ്റ്റ് ഹൌസിൽ
സൂക്ഷിച്ചു വെച്ചിരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കത്തുന്നതിന് മുമ്പായി ട്രെയിനിൽ പെട്രോൾ ഒഴിക്കുകയോ പെട്രോൾ വീഴുകയോ ചെയ്തതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനു സമീപത്തെ കോളനിയിൽ നിന്ന് 1000-ലധികം പേർ ട്രെയിൻ ആക്രമിക്കാൻ എത്തിയതായി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്തിയപ്പോൾ ഓടിയെത്തിയ ചിലർ ട്രെയിനിൽ കയറിയതായി അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. S6, S7 കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയിലെ വെസ്റ്റിബ്യൂൾ തകർത്ത് S6 കോച്ചിൽ കയറിയ അക്രമികൾ ഏകദേശം 60 ലിറ്റർ പെട്രോൾ അതിനുള്ളിൽ ഒഴിച്ച ശേഷം കോച്ച് കത്തിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. എന്നാലിത് സാധ്യമായ കാര്യമല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 60 ലിറ്റർ പെട്രോൾ ട്രെയിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 3 വലിയ ബക്കറ്റുകളോ പാത്രങ്ങളോ വേണ്ടിവരും. യാത്രക്കാർ തിങ്ങി നിറഞ്ഞ കോച്ചിലേക്ക് പെട്രോൾ കൊണ്ടുവന്നാൽ ആളുകൾ അത് തിരിച്ചറിയുകയും തടയുകയും ചെയ്യുമായിരുന്നില്ലേ? ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അഗ്നിബാധ ഉണ്ടായപ്പോൾ S6 കോച്ചിൽ 108 യാത്രക്കാർ ഉണ്ടായിരുന്നു. S6 കോച്ചിൽ 72 ബർത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 43 ബർത്തുകൾ ബുക്ക് ചെയ്തിരുന്നത് ട്രെയിൻ പുറപ്പെടുന്ന ലക്നൌവിൽ നിന്ന് കയറുന്ന യാത്രക്കാർക്ക് വേണ്ടിയായിരുന്നു. 23 പേർ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിന്ന് കയറി. ട്രെയിൻ തീപിടുത്തത്തിൽ മരിച്ച 59 പേരിൽ 38 പേർ സ്ത്രീകളും കുട്ടികളുമാണ്. മരിച്ച പുരുഷന്മാർ 21. അവരിൽ കർസേവകർ അല്ലാത്തവരും ഉണ്ടായിരുന്നെന്ന് ബുക്കിംഗ് രേഖകളിൽ നിന്ന് വ്യക്തം. അതുകൊണ്ട് കർസേവകരെയോ തീർത്ഥാടകരെയോ ലക്ഷ്യമിട്ട് ട്രെയിൻ കത്തിച്ചതാണെന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് കേസിലിടപെട്ട ചില മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ കാളപെറ്റു എന്ന് കേട്ടാൽ കയർ എടുക്കുന്നവരാണല്ലോ സാധാരണ ജനങ്ങൾ മിക്കവരും. അയോധ്യയിൽ നിന്ന് വന്ന കർസേവകരെ ഗോദ്രയിൽ ജീവനോടെ കത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഫെബ്രുവരി 27 തന്നെ അഹമ്മദാബാദിൽ തെരുവിലിറങ്ങി. ട്രെയിൻ യാത്രക്കാരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുമായി പിറ്റേന്ന് രാവിലെ അവർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ട്രെയിൻ കത്തിയതിനേക്കാൾ വേഗത്തിൽ അതൊരു വർഗീയ കലാപമായി ആളിപ്പടർന്നു. കൊള്ളയും കൊള്ളിവയ്പും കൊലപാതകങ്ങളും മാനഭംഗങ്ങളും അരങ്ങേറി. അഹമ്മദാബാദിലെ നരോദയിൽ 97 മുസ്ലിങ്ങളെ 5000-ഓളം വരുന്ന ജനക്കൂട്ടം കൂട്ടക്കൊല ചെയ്തു. ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് തീരാ കളങ്കമായി. ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ട് 51 പേർ ഫെബ്രുവരി 28 അറസ്റ്റിലായി. കൊള്ള, കൊള്ളിവയ്പ്, കലാപം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചാർത്തപ്പെട്ടത്. പ്രധാന പ്രതികളിൽ ഒരാളായി സംശയിക്കപ്പെട്ട മുനിസിപ്പൽ കൌൺസിലറും കോൺഗ്രസ് പ്രവർത്തകനുമായ ഹാജി ബിലാലിനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മാർച്ച് 17 കസ്റ്റഡിയിലെടുത്തു. ഗോദ്ര മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ഹുസൈൻ കലോട്ടയും തുടർന്ന് അറസ്റ്റിലായി. പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള ഗുണ്ടാതലവൻ ലത്തീഫുമായി ബിലാലിന് ബന്ധമുണ്ടായിരുന്നു. 1540 പേർ വരുന്ന ജനക്കൂട്ടം ഗോദ്ര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ ആക്രമിച്ച് S6 കൊച്ചിലെ 59 പേരെ കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഫസ്റ്റ് ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് PK ജോഷി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രം. മൊത്തം 68 പ്രതികളിൽ 57 പേർക്കെതിരെ ട്രെയിൻ കത്തിച്ചതിന് കുറ്റം ചുമത്തി. ട്രെയിൻ കത്തിച്ചപ്പോൾ തീയണക്കാൻ ശ്രമിച്ച പോലീസിനെയും ഫയർ ബ്രിഗേഡിനെയും ജനക്കൂട്ടം തടഞ്ഞതായും കുറ്റപത്രത്തിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത 8 പേരെ
പ്രത്യേക കോടതിയിലാണ്